ലോകത്തിന്റെ ആത്മാവും സാത്താന്റെ ആത്മാവും മനുഷ്യനെ ഭരിക്കുമ്പോൾ മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അവൻ തന്നെ തന്നെ സ്നേഹിക്കുവാൻ പോകും. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികൾ, ഫോർ മെൻ ഷാൽ ബി ലവേഴ്സ് ഓഫ് ദെയർ ഓൺ സെൽഫ്സ്. അവരുടെ സ്വന്തത്തെ, അവരുടെ സ്വയത്തെ സ്നേഹിക്കുകയാണ് ലോകത്തിലെ മനുഷ്യർ. ഇന്ന് സ്വയസ്നേഹികൾ. ഈ രാത്രി ഇവിടെ വന്നിരിക്കുന്ന സ്വയസ്നേഹികൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ആരുമില്ലല്ലോ. ഇനിയിപ്പോ ഉണ്ടോ ഇല്ലയോ ഞാൻ തെളിയിച്ചു തരാം. ഒരു സെൽഫി സ്റ്റിക്കിൽ സ്മാർട്ട് ഫോൺ വെച്ച് കുറെ പേർ ചേർന്നെടുക്കുന്ന ഫോട്ടോ, ഇതിന്റെ പേരെന്താ? സെൽഫി. ഇത് എടുക്കാത്തവരുണ്ട് കൈയുയർത്തി. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞ? സ്വയത്തെ സ്നേഹിക്കുന്നില്ലെന്നോ? സെൽഫി എടുത്ത സകല എണ്ണവും സ്വയത്തെ സ്നേഹിക്കുന്നവര്. ഇന്നത്തെ ആധുനിക ലോകത്തിലെ സ്വയസ്നേഹത്തിന്റെ വ്യക്തമായ ചിത്രം സെൽഫി. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ തെളിയിച്ചു തരാം. ഇത് ലോകം പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ബെന്തിക്കോസ് ഉപദേശിമാര് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ പറയും ഉപദേശിമാര് പാർഷ്യാലിറ്റി കാണിച്ചു പറഞ്ഞതാ, ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞു. അല്ലെന്ന് ശാസ്ത്രം പറഞ്ഞു. ബുദ്ധിരാക്ഷസന്മാർ, ലോകത്തിലെ ബുദ്ധിമാന്മാർ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുത്താം. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ സൈക്കാട്രിസ്റ്റിക് അസോസിയേഷന്റെ ഡോക്ടർമാരുടെ ഒരു സമ്മേളനം നടത്തിയപ്പോൾ അവര് ഈ വിഷയത്തെക്കുറിച്ച്, സെൽഫി ഭ്രമം എന്ന് പറയുന്ന മനുഷ്യന്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, മനുഷ്യനിൽ കടന്നുകൂടുന്ന സെൽഫി ഭ്രമം അവനെ ചിത്തഭ്രമം എന്ന് പറയുന്ന ഭ്രാന്ത്, ഒരു തരത്തിലെ ഭ്രാന്ത് എന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോകുന്നു എന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ രോഗത്തിന് ശാസ്ത്രം, സൈക്കാട്രി ലോകം ഒരു പേര് കൊടുത്തു, സെൽഫിറ്റീസ്. ദൈവത്തിന് സ്തോത്രം. അതിന് 3 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 3 തലത്തിലാണ് രോഗം പറയുന്നത്. 1 ബോർഡർ ലൈൻ, 2 ആക്യൂറ്റ്, 3 ക്രോണിക്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 3 ഭാഗങ്ങളായി. 1 തുടക്കം, പിന്നെ ഒഴിച്ചുകൂടാൻ വയ്യാത്തത്, പിന്നെ അതിന് അടിമപ്പെട്ട് ഏത് സമയവും സെൽഫി എടുക്കുന്നവർ. ഈ അടുത്ത സമയത്ത് മലയാള മനോരമ പത്രത്തില് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും. കാട്ടിലെ യാത്രയ്ക്കായിട്ട് ഇങ്ങനെ ജംഗിൾ യാത്രയ്ക്ക് പോയി ഒരുവന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാട്ടുപാതയിൽ നിൽക്കുമ്പോൾ ഒരു കാട്ടാന പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഓടി വന്നു. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിന്നപ്പോൾ അവൻ കാട്ടാനെ പിടിച്ചുകൊണ്ട് അവനൊരു സെൽഫി എടുക്കാനിടയായി. നാട്ടിൽ കൊണ്ട് കാണിക്കാനാ, വാട്സാപ്പിൽ കൂടെ അയച്ചു കൊടുക്കുവാൻ. കാട്ടാനയുടെ മുമ്പിൽ നിന്ന് അവൻ സെൽഫി എടുത്തു. ആന പുറകെ വന്നൊന്നും അവൻ അറിഞ്ഞില്ല. ആനയ്ക്ക് വല്ല സുവിശേഷം അറിയാമോ? ആനയ്ക്ക് വല്ല മാനസാന്തരോ ദൈവവചനം വല്ലോ അത് കേട്ടിട്ടുണ്ടോ? പുറകിൽ വന്ന് ഒരൊറ്റ തട്ടു, ഒരു ചവിട്ടും കൊടുത്ത് മത്തങ്ങ പൊട്ടുന്ന പോലെ അവൻ പൊട്ടി. അവന്റെ കഥ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കണ്ടിട്ടില്ല, എവിടെ ചെന്നാലും സെൽഫി. ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ സെൽഫി എടുക്കുന്നു, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫി എടുക്കുന്നു, കാർ ഓടിക്കാൻ തുടങ്ങുമ്പോൾ സെൽഫി, കാർ സ്റ്റാർട്ടാക്കുന്ന സെൽഫി, ഡോർ അടയ്ക്കുന്ന സെൽഫി, പിന്നെ ഡോർ തുറക്കുന്ന സെൽഫി, അവൻ ഉറങ്ങാൻ കിടക്കുന്നത് സെൽഫിയാ. മൊത്തം സെൽഫിയായി പോകുന്നു. സെൽഫിറ്റീസ് എന്ന് പറയുന്ന രോഗം അവന് ബാധിക്കുന്നു. ആധുനിക ലോകത്തെ പിടിച്ച് ഒലയ്ക്കുന്ന രോഗം ഇന്നത്തെ തലമുറകളെ പിടിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ സെൽഫിറ്റീസ് രോഗം മാറണമെന്ന് ആഗ്രഹമുള്ളവര് ദൈവസന്നിധി ഇന്ന് രാത്രി പോയിരുന്ന 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന്, ഈ പിശാചിൽ നിങ്ങൾ മോചനം എടുക്കണം. ഇല്ലെങ്കിൽ സ്വയസ്നേഹത്താൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. their own selves, അവരുടെ സ്വന്തത്തെ, അവരിലെ സ്വയത്തെ അവർ സ്നേഹിക്കുകയാണ്. ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വന്നാൽ അവർ സാധാരണ രീതിയിൽ നിൽക്കത്തില്ല. അവർ നല്ല വസ്ത്രധാരണം, നല്ല ആക്ഷൻസ്, നല്ല പോസിംഗ്, ഇതൊക്കെ അവർക്കുണ്ടാകും. സെൽഫി എടുക്കുന്നതിന് എങ്ങനെ ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒക്കെ ഫോട്ടോ എടുക്കും. കാരണം അവന്റെ ഏത് ഇമേജുകളും പതിപ്പിച്ച് ഞാൻ എത്ര വൃത്തികെട്ടവനാണ് എന്ന് കാണാനുള്ള ആഗ്രഹം അവനിൽ കിടക്കുന്നുണ്ടല്ലേ. ഏതെല്ലാം പരുവത്തിലുള്ള സെൽഫികൾ ആ മനുഷ്യൻ എടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ സഭായത്തിന് വന്നിരുന്ന സെൽഫി എടുത്തു. ദൈവത്തിന് പോയി, കാലമൊക്കെ പോയി, വല്ലാത്ത അവസ്ഥയാ. അന്തിക്രിസ്തു വന്ന് സഭയ്ക്കകത്തും കയറിയെന്ന് ആത്മാവുള്ളവന്മാർ സഭയിലുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഭയ്ക്കകത്ത് ആരാധനയുടെ സമയത്ത് സെൽഫി എടുക്കുന്ന പിശാചുക്കൾ ആരാധന ആലയങ്ങളിൽ വന്നു. ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആരെയും വിളിച്ചതല്ല, ചെയ്യുന്നവരെയാ വിളിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവനാമത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമാപണം കൂടെ നടത്തുക. കാലം പോയ പോക്ക്. രോഗത്തിൽ ബാധിക്കപ്പെടുന്നു. ലോകത്തിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെടുന്ന മനുഷ്യർ സ്വയത്തെ സ്നേഹിക്കുവാൻ പോകുന്നു. ദൈവവചനം പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഈ പറഞ്ഞ സംഭവം ശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രലോകം സസൂക്ഷ്മം പഠിച്ചിട്ട് മാർക്ക് ഡി ഗ്രിഫിത്ത് എന്നും അതുപോലെ ജനാർദ്ദനൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കേരള ഡോക്ടറും മാർക്ക് ഡി ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡോക്ടറും ചേർന്ന് ഇതിനെ സംയോജിതമായി പഠിച്ചപ്പോൾ ഏതാണ്ട് 700ഓളം യുവാക്കന്മാരിൽ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തിയപ്പോൾ അത് സത്യമെന്ന് തെളിയിക്കുവാൻ
ഇടയായി തീർന്നു. ഇതൊരു രോഗമാ. സെൽഫി എടുക്കുന്നവരുണ്ടെങ്കിൽ രോഗം പിടിച്ചെന്നോർത്തോണം കേട്ടോ. എല്ലാറ്റിനും സെൽഫി എടുത്ത് മുൻപോട്ട് പോകുന്ന സ്വയത്തെ സ്നേഹിക്കുന്നവർ നാം സ്വയസ്നേഹികളല്ല. യോഹന്നാന്റെ സുവിശേഷം 12:25 തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇത് യേശു പറഞ്ഞ വാക്കാ. നിങ്ങൾ വായിച്ചു നോക്ക്. ഞാൻ പറയുന്നത് കള്ളമല്ല. തന്റെ ജീവനെ ആര് സ്നേഹിക്കുന്നുവോ അവർ അതിനെ കളയുന്നുവെന്ന് ദൈവവചനം പറയുക. നാം അതിനെ കളയുവാൻ വിളിക്കപ്പെട്ടവരല്ല, അത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ. അത് നേടിയെടുക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? തന്നെത്താൻ സ്നേഹിക്കേണ്ട 3 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകാം. തന്നെത്താൻ ചെയ്യേണ്ടതുണ്ട്. 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. 2 തീമോത്തിയോസ് 2:21 അവൻ തന്നെത്താൻ വെടിപ്പാക്കുന്നു. വെളിപ്പാട് പുസ്തകം 19:7 തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കുന്നു. 3 കാര്യങ്ങൾ. തന്നെത്താൻ സ്നേഹിക്കുകയല്ല വേണ്ടത്. 3 കാര്യങ്ങൾ നാം ചെയ്യണം. ആ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ 1 നിങ്ങൾ തന്നെത്താൻ സൂക്ഷിക്കണം. 2 നിങ്ങൾ തന്നെത്താൻ വെടിപ്പാക്കണം. 3 തന്നെത്താൻ നിങ്ങൾ ഒരുക്കിക്കൊള്ളണം. അന്ത്യകാലമാ അവസാന മണിക്കൂറുകളിലേക്ക് വന്നെത്തി നിൽക്കുന്നു. അവസാന സമയത്ത് നാം നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾ നമ്മെ പിടികൂടാതെ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ പാപത്തിന്റെ തിരതള്ളൽ അതിശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നേരെ ആഞ്ഞടിച്ചുയരുമ്പോൾ ആ അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എത്ര പേരെ ആഗ്രഹിക്കുന്നുണ്ട്. ലോകം ഇങ്ങനെ ആർത്തിയോടെ നിങ്ങളെ തള്ളി പുറത്താക്കുവാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തിന്റെ തിരമാലകൾ നിങ്ങളെ മുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ, ഭക്തന്മാരെ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ടോ? മാർഗമൊന്ന് മാത്രം, യേശുവിന്റെ നാമം, ദൈവത്തിന്റെ വചനം.